അടുത്തൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന രണ്ട് ടോപ്പിക്കാണ് ദ്രവ്യവും പിണ്ഡവും എന്ന ഭാഗം, അതുപോലെ തന്നെ പ്രവൃത്തിയും ഊർജ്ജവും. ഓക്കെ, ചെറിയൊരു ടോപ്പിക്കാണ്, എന്നാലും കൂടുതൽ കാര്യങ്ങൾ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, ശ്രദ്ധിക്കുക. ഓക്കെ, ഡേ 26 ആണ്. നമ്മുടെ സിലബസിൽ ഇതാ കൊടുത്തിട്ടുണ്ട് ദ്രവ്യവും പിണ്ഡവും അതുപോലെ തന്നെ പ്രവൃത്തിയും ഊർജ്ജവും. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റുകൾ നമുക്ക് നോക്കാം. ഓക്കെ, ക്ലിയർ. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് കമ്പനി ബോർഡ് LGS വെബ്കോ LDCയുടെ പെയ്ഡ് PDF നോട്ട് അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന നമ്പറിൽ 9496822117 എന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസ് അയച്ചു തരാം. ഓക്കെ, PDF നോട്ട്സ്, കറണ്ട് അഫയേഴ്സ് നോട്ട്സും കറണ്ട് അഫയേഴ്സിൻ്റെ എലാബറേറ്റ് നോട്ട്, അതുപോലെ തന്നെ എക്സാം 70+ എക്സാംസ് ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. വീക്ക്ലി നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ഒരു വീക്ക്ലി ക്ലാസ്സും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ശ്രദ്ധിക്കാം. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായി ഏതൊരു വസ്തുവിനെയും പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് ദ്രവ്യം എന്ന് പറയുന്നത്. ദ്രവ്യത്തിന് 7 അവസ്ഥകളുണ്ട്. സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. എത്ര അവസ്ഥകളുണ്ട്? 7 അവസ്ഥകളാണ് ദ്രവ്യത്തിലുള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റർ, ഫെർമിയോണിക് കണ്ടൻസേറ്റർ, ക്ലോർക്ക്, ഗ്ലൂക്കോൺ, പ്ലാസ്മ. ഓക്കെ, കോർക്ക്, ഗ്ലൂക്കോൺ, പ്ലാസ്മ. ഓർത്തേക്കുക. ഒന്നുകൂടെ പറയാം. 7 അവസ്ഥകളുണ്ട് ദ്രവ്യത്തിന്. ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ. അത് കഴിഞ്ഞിട്ടുള്ള അവസ്ഥകൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, 6ാമത്തെ അവസ്ഥ ഫെർമിയോണിക് കണ്ടൻസേറ്റ്, 7ാമത്തെ കോർക്ക്, ഗ്ലൂക്കോൺ, പ്ലാസ്മ. ഓക്കെ, ഇനി അടുത്ത എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതെന്ന് പറയുന്നത് ഇപ്പോൾ ഇതിൻ്റെ ക്രമരഹിതമായി തന്നിട്ട് ദ്രവ്യത്തിൻ്റെ 7 അവസ്ഥകൾ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് എഴുതാൻ വേണ്ടി ചോദിക്കാം. അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ഓപ്ഷൻ ഉണ്ടല്ലോ, അത് രീതിയിൽ ഏതാണ് കൂടുതൽ വരുന്നത്, കുറവ് വരുന്നത് എന്ന രീതിയിൽ, ഫസ്റ്റ് വരുന്നത് എന്ന രീതിയിൽ ഓർഡറിലാക്കാൻ വേണ്ടി ചോദിക്കാം. അപ്പോൾ എക്സാമിന് ആ രീതിയിലൊക്കെ ആയിരിക്കും ഇനിയുള്ള എക്സാമൊക്കെ വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ശ്രദ്ധിച്ച് ഓർഡറും കൂടെ കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് പ്ലാസ്മ വരെയുള്ള ഓർഡർ കൃത്യമായിട്ട് കിട്ടും. ഇനി 3 ആയിരിക്കും ചിലപ്പോൾ മാറിപ്പോകാൻ സാധ്യതയുള്ളത്. 5ാമത്തെ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റും, 6ാമത്തെ ഫെർമിയോണിക് കണ്ടൻസേറ്റും, 7ാമത്തെ കോർക്ക്, ഗ്ലൂക്കോൺ, പ്ലാസ്മയാണെന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, മറന്നുവരുത്. അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ എന്ന് വെച്ചാൽ പ്ലാസ്മയാണ്. 99% ദ്രവ്യവും പ്ലാസ്മ അവസ്ഥയിലാണെന്ന് ഓർത്തു വയ്ക്കുക. വളരെ ഉയർന്ന ഊഷ്മാവിൽ ദ്രവ്യം എത്തിച്ചേരുന്ന അവസ്ഥയാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. തന്മാത്രകൾ ഏറ്റവും ക്രമരഹിതമായി കാണപ്പെടുന്ന അവസ്ഥ എന്ന് വെച്ചാൽ പ്ലാസ്മയാണ്. സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന ഏതവസ്ഥയിലെന്ന് വെച്ചാൽ പ്ലാസ്മ അവസ്ഥയിലാണ്. ഓക്കെ, ഈ സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധിക്കുക. ഇനി എക്സാമിന് ചോദിക്കുക. സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ചോദ്യങ്ങളാണ് വരുന്നതെന്ന് നിങ്ങൾക്കറിയാം. ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യാം? ഇതിൽ ഒരെണ്ണം തെറ്റായിട്ട് തരാം. ഓക്കെ, പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ ഏതെന്ന് ചോദിച്ചിട്ട് പ്ലാസ്മ മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും കോർക്ക്, ഗ്ലൂക്കോൺ അവസ്ഥയെന്നോ അങ്ങനെയെങ്കിലും മാറ്റിയൊക്കെ തരാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ തന്നിരിക്കുന്ന 5 സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ഒരെണ്ണം മാറ്റി തന്നിട്ട് ഇതിൽ പെടാത്തത് ഏതെന്ന് ചോദിക്കണം. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ പ്രപഞ്ചത്തിലെ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥയാണ് പ്ലാസ്മയെന്ന. 99% ദ്രവ്യം എന്താണ്? പ്ലാസ്മ അവസ്ഥയിലാണ്. വളരെ ഉയർന്ന ഊഷ്മാവിൽ ദ്രവ്യം എത്തിച്ചേരുന്ന അവസ്ഥയാണ് പ്ലാസ്മയെന്ന് ഓർത്ത് വയ്ക്കുക. തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്ന അവസ്ഥ എന്ന് വെച്ചാൽ പ്ലാസ്മയാണ്. സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന ഏത് അവസ്ഥയെന്ന് വെച്ചാൽ പ്ലാസ്മ അവസ്ഥയിലാണെന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ദ്രാവകങ്ങളെയും വാതകങ്ങളെയും ചേർത്ത് ദ്രവങ്ങൾ എന്ന് പറയാം. ഓർത്ത് വയ്ക്കുക. അടുത്ത, പ്രപഞ്ചത്തിൽ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക കണങ്ങൾ ഏതൊക്കെയെന്ന് വെച്ചാൽ കോർക്കാണെന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത പോയിന്റിലേക്ക് നോക്കാം. കോർക്കുകൾ ചേർന്ന് നിർമ്മിക്കപ്പെടുന്ന കണം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഹാഡ്രോൺ. ഓർത്തേക്ക്, കോർക്കുകൾ ചേർന്ന് നിർമ്മിക്കപ്പെടുന്ന കണം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഹാഡ്രോൺ എന്നറിയപ്പെടുന്നു. ദൈവകണം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞനാണ് ലിയോൺ ലിഡർമാൻ. ഓർത്തേക്കാം, ദൈവകണം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞനാണ് ലിയോൺ ലിഡർമാൻ. ദ്രവ്യത്തിൻ്റെ 5ാമത്തെ അവസ്ഥ ഏതാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, എന്നാലും ഓർത്തു വയ്ക്കുക. ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റിനെ കുറിച്ച് പ്രവചിച്ച ശാസ്ത്രജ്ഞർ ആരൊക്കെയെന്ന് വെച്ചാൽ സത്യേന്ദ്രനാഥ് ബോസും ആൽബർട്ട് ഐൻസ്റ്റീൻ. ഈ പോയിന്റ് ഓർത്ത് വെച്ച് കൃത്യമായിട്ട് പഠിച്ചോളാം. ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റിനെ കുറിച്ച് പ്രവചിച്ച ശാസ്ത്രജ്ഞർ ആരൊക്കെയെന്ന് വെച്ചാൽ സത്യേന്ദ്രനാഥ് ബോസും ആൽബർട്ട് ഐൻസ്റ്റീനുമാണ്. എന്നാൽ ഇത് നമുക്ക് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ 2 പേരുണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഒന്ന് ഇന്ത്യക്കാരനായ സത്യേന്ദ്രനാഥ് ബോസും, രണ്ടാമത്തെ ആൽബർട്ട് ഐൻസ്റ്റീനാണെന്ന് ഓർത്തേക്ക്. അടുത്ത, ബോസോണുകളുടെ ഒരു വാതകത്തെ ബാഹ്യമായ പൊട്ടൻഷ്യലിൽ നിർത്തിക്കൊണ്ട് കെൽവിൻ വളരെ അടുത്ത താപനിലയിൽ തണുപ്പിക്കുമ്പോഴുണ്ടാകുന്ന ദ്രവ്യത്തിൻ്റെ അവസ്ഥയാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. അപ്പോൾ എന്താണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് ചോദിച്ചാൽ ബോസോണുകളുടെ ഒരു വാതകത്തെ ബാഹ്യമായ പൊട്ടൻഷ്യലിൽ നിർത്തിക്കൊണ്ട് കെൽവിൻ വളരെ അടുത്ത താപനിലയിൽ തണുപ്പിക്കുമ്പോഴുണ്ടാകുന്ന ദ്രവ്യത്തിൻ്റെ അവസ്ഥയാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദ്രവ്യത്തിൻ്റെ കോർക്ക് മോഡൽ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞർ മുറേ ജെൽമാനും ജോർജ് സ്വിഗ്. ഓക്കെ, ദ്രവ്യത്തിൻ്റെ കോർക്ക് മോഡൽ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ മുറേ ജെൽമാനും
ജോർജ് സ്വിഗ് ആണെന്ന് ഓർത്തിക്കുക. അടുത്ത പോയിന്റ് നോക്കാം. ബോസോൺ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതായിരുന്നു വെച്ചാൽ പോൾ ഡിറാക്ക്. ഓർത്തിക്കുക, പോൾ ഡിറാക്ക്. ബോസോൺ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് പോൾ ഡിറാക്കാണ്. അതുപോലെ ദൈവകണം എന്നറിയപ്പെടുന്നത് എന്ന് വെച്ചാൽ ഹിഗ് ബോസോൺ. ഓക്കെ, ഗോഡ്സ് പാർട്ടിക്കിൾ. ദൈവകണം എന്നറിയപ്പെടുന്ന ഹിഗ്സ് ബോസോൺ എന്ന് ഓർത്തിക്കുക. ഇടിമിന്നൽ ദ്രവത്തിൻ്റെ ഏത് അവസ്ഥയിലാണ്? ഓക്കെ, പ്ലാസ്മ അവസ്ഥയിലാണ്. ഇടിമിന്നൽ ദ്രവത്തിൻ്റെ ഏത് അവസ്ഥയിലാണ്? പ്ലാസ്മ അവസ്ഥയിലാണ്. തന്മാത്രകൾ ഏറ്റവും ക്രമരഹിതമായി കാണുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഏതാണ്? പ്ലാസ്മയാണ്. വളരെ ഉയർന്ന ഊഷ്മാവിൽ ദ്രവ്യം എത്തിച്ചേരുന്ന അവസ്ഥയാണ് പ്ലാസ്മ അവസ്ഥ എന്ന് പറഞ്ഞു, നേരത്തെ പറഞ്ഞിരുന്നു. അതുപോലെ ഒരു വസ്തുവിനടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് പിണ്ഡം അഥവാ മാസ്. മാസിൻ്റെ അടിസ്ഥാന യൂണിറ്റ് കിലോഗ്രാം. കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പഠിച്ചോളാം. മാസിൻ്റെ അടിസ്ഥാന യൂണിറ്റ് കിലോഗ്രാം. എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന പോയിന്റ് കൂടെയാണ്, ശ്രദ്ധിക്കുക. ഒരു വസ്തുവിനെ ഭൂമി അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്ന ബലമാണ് ആ വസ്തുവിൻ്റെ ഭാരം എന്ന് പറയുന്നത്. ഭാരത്തിൻ്റെ SI യൂണിറ്റാണ് ന്യൂട്ടൺ പെർ കിലോഗ്രാം. ഓക്കെ, അടുത്ത ബലത്തിൻ്റെ യൂണിറ്റാണ് ന്യൂട്ടൺ. സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ എന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, അടുത്ത പോയിന്റ് ശ്രദ്ധിക്കാം. മാസ് അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് സാധാരണ ത്രാസ്, അതായത് കോമൺ ബാലൻസ്. ഭാരം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്പ്രിംഗ് ത്രാസ്. 1 കിലോഗ്രാം മാസ് വസ്തുവിൽ ഭൂമി ഉപയോഗിക്കുന്ന ആകർഷണ തുല്യമായ ബലമാണ് 1 കിലോഗ്രാം ഭാരം. ഓക്കെ, 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറയുന്നത്. അടുത്ത സ്പ്രിംഗ് ബാലൻസിൻ്റെ പ്രവർത്തനത്തിന് പിന്നിലെ അടിസ്ഥാന നിയമം എന്ന് വെച്ചാൽ ഹൂക്സ് നിയമം. ഓർത്തുവയ്ക്കുക, സ്പ്രിംഗ് ബാലൻസിൻ്റെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാന നിയമമാണ് ഹൂക്സ് നിയമം എന്ന് ഓർത്തുവയ്ക്കുക. ഭൂമിയുടെ ഏത് ഭാഗത്ത് വയ്ക്കുമ്പോഴാണ് ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത്? ധ്രുവങ്ങളിൽ. ഓക്കെ, ഭൂമിയുടെ ധ്രുവങ്ങളിൽ വയ്ക്കുമ്പോഴാണ് ഒരു സ്ഥാനത്തിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത്. എന്നാൽ ഭൂമിയുടെ കേന്ദ്രത്തിൽ വെച്ചാൽ വസ്തുവിൻ്റെ ഭാരം എത്രയെന്ന് വെച്ചാൽ 0. ഓർത്ത് വെച്ചോളാം. ഓക്കെ, ഇപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് എല്ലാം 1 വേർഡിൽ ചോദിക്കാം. ഭൂമിയുടെ കേന്ദ്രത്തിൽ വെച്ച വസ്തുവിൻ്റെ ഭാരം ഡാഷ്. ഓക്കെ, എന്താണ്? ഭാരമില്ല, 1, നെഗറ്റീവ്, പോസിറ്റീവ്, ഭാരം ഇതൊന്നുമല്ല, 0 എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ഓർത്തിക്കുക, ഭൂമിയുടെ കേന്ദ്രത്തിൽ വെച്ചാൽ വസ്തുവിൻ്റെ ഭാരം എന്താണ്? 0 ഓർത്തിക്കുക. ഒരു വസ്തുവിൻ്റെ ഉയരത്തിൽ നിന്ന് സ്വതന്ത്രമായി താഴേക്ക് വീഴാൻ അനുവദിച്ചാൽ അത് ഗുരുത്വാകർഷണം കാരണം ഭൂമിയിലേക്ക് ഘർഷണബലം പതിക്കുകയും ഇതറിയപ്പെടുന്നതാണ് നിർബാധ ഫാൾ, ഫ്രീ ഫാൾ. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. ഒരു ബലം പ്രവൃത്തി ചെയ്തു എന്ന് കണക്കാക്കുന്ന സന്ദർഭമാണ് ബലം എന്ന് പറയുന്നത്. പ്രയോഗിക്കുമ്പോൾ വസ്തു അതേ ദിശയിൽ സ്ഥാനാന്തരണം ഉണ്ടാകുമ്പോൾ പ്രവൃത്തിയുടെ അളവ് കണക്കാക്കുന്ന ബലത്തിൻ്റെയും സ്ഥാനാന്തരണത്തിൻ്റെയും ഗുണനഫലമാണെന്ന് ഓർത്തിക്കുക. പ്രയോഗിക്കുമ്പോൾ വസ്തു അതേ ദിശയിൽ സ്ഥാനാന്തരണം ഉണ്ടാകുമ്പോൾ പ്രവൃത്തിയുടെ അളവ് കണക്കാക്കുന്ന. ഓക്കെ, ഒരു സാധനം എന്ത് ചെയ്യുക? ഒരു കല്ലിനെ ഇങ്ങനെ നിൽക്കുമ്പോൾ അതിന് സ്ഥാനാന്തരണം ഉണ്ടാകുമ്പോൾ അതിൻ്റെ കണക്കാക്കുന്ന പ്രവൃത്തിയുടെ അളവ് കണക്കാക്കുന്നത് എങ്ങനെയാണ്? സ്ഥാനാന്തരണത്തിൻ്റെയും ഗുണനഫലം, ബലത്തിൻ്റെയും നമ്മൾ കൊടുക്കുന്ന ബലത്തിൻ്റെയും അതുപോലെ സ്ഥാനാന്തരം ഇതിൻ്റെ ഡിസ്റ്റൻസിൻ്റെയും ഗുണനഫലമാണ് എന്ന് പറയുന്നത്. ഓർത്ത് വയ്ക്കുക. അടുത്ത്, ഒരു വസ്തുവിനെ മുകളിലേക്ക് കയറ്റുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തി എന്തിനെതിരെയെന്ന് വെച്ചാൽ ഭൂമിയുടെ ആകർഷണ ബലത്തിനാണ്. അതായത് ഭൂമിയിൽ നിന്ന് മുകളിലേക്ക്, അതായത് റോക്കറ്റിൻ്റെ മൂവ്മെൻ്റ് ഉണ്ടല്ലോ, അതെല്ലാം ഭൂമിയുടെ ആകർഷണ ബലത്തിന്, ഗ്രാവിറ്റിക്ക് എഗൻസ്റ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന ബലത്തിൽ സന്തുലിതമാണെങ്കിൽ ആ ബലങ്ങൾ വസ്തുവിൻ്റെ പ്രവൃത്തി ചെയ്യാൻ സാധ്യമല്ല എന്നോർത്തിക്കുക. ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന ബലങ്ങൾ സന്തുലിതം ആണെങ്കിൽ ആ ബലങ്ങൾക്ക് വസ്തു പ്രവൃത്തി ചെയ്യാൻ സാധ്യമല്ല. നിർബാധം പതിക്കുന്ന വസ്തുവിൽ ഗുരുത്വാകർഷണം ചെയ്യുന്ന പ്രവൃത്തി എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവായിരിക്കും. ഓക്കെ, നിർബാധം പതിക്കുന്ന മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന ഒരു ഗുരുത്വാകർഷണം ചെയ്യുന്ന പ്രവൃത്തി പോസിറ്റീവായിരിക്കും. അത് വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ ഫലമായി ആ വസ്തുവിന് ബലം പ്രയോഗിച്ച ദിശയിലുണ്ടാകുന്ന സ്ഥാനാന്തരമാണ് എന്ന് പറയുന്നത് പ്രവൃത്തി എന്ന് പറയുന്നത്. ഓക്കെ, കൃത്യമായിട്ടോട്ടേക്ക് ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുന്നതിൻ്റെ ഫലമായി ആ വസ്തുവിൻ്റെ ബലം പ്രയോഗിച്ച ദിശയിലുണ്ടാകുന്ന സ്ഥാനാന്തരണമാണ് പ്രവൃത്തി എന്ന് കൂടി പഠിച്ചു വയ്ക്കുക. അടുത്ത്, പ്രവൃത്തിയുടെ യൂണിറ്റാണ് ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ ജൂൾ. ഒരു വസ്തുവിൽ F ന്യൂട്ടൺ ബലം തുടർച്ചയായി പ്രയോഗിച്ചാൽ ബലത്തിൻ്റെ ദിശയിൽ S മീറ്റർ സ്ഥാനാന്തരം ഉണ്ടായെങ്കിൽ ആ ബലം ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയും W=F/S. പ്രവൃത്തി ബലം ഇൻറ്റു സ്ഥാനാന്തരണം. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുന്ന ഫോഴ്സ് ഇൻറ്റു സ്ഥാനാന്തരണം, അതിൻ്റെ മൂവ്മെൻറ്റ്, ഡിസ്റ്റൻസ്. ഓക്കെ, അടുത്ത 100 ഗ്രാം മാസമുള്ള ഒരു വസ്തുവിന് 1 മീറ്റർ ഉയർത്താൻ ചെയ്യേണ്ട പ്രവൃത്തിയുടെ അളവാണ് 1 ജൂൾ എന്ന് പറയുന്നത്. ഒരു 100 ഗ്രാം മാസമുള്ള ഒരു വസ്തുവിനെ 1 മീറ്റർ ഉയർത്താൻ ചെയ്യേണ്ട പ്രവൃത്തിയുടെ അളവിനെ എന്തെന്ന് പറയും? ജൂൾ എന്നാണ് പറയും.
ഓക്കെ. അടുത്ത തറയിലിരിക്കും ഒരു ജൂൾ എന്നല്ല, ഒരു ജൂൾ എന്ന് പറയും. ഓക്കെ. അടുത്ത തറയിലിരിക്കുന്ന വസ്തുവിനെ വലിക്കുമ്പോൾ ബലം പ്രയോഗിക്കുവാൻ ദിശയിൽ വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടായെങ്കിൽ ഈ ബലം ചെയ്ത പ്രവൃത്തി പോസിറ്റീവാണെന്ന് ഓർത്തിക്കുക. തറയിലിരിക്കുന്ന വസ്തുവിനെ വലിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ബലം പ്രയോഗിക്കുന്ന ദിശയിൽ വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടായെങ്കിൽ ആ ബലം ചെയ്ത പ്രവൃത്തി എന്നത് പോസിറ്റീവ് എന്നാണ്. തറ പ്രയോഗിച്ച ഘർഷണ ബലം ചെയ്ത പ്രവൃത്തി നെഗറ്റീവാണ്. ഓക്കെ. ഇപ്പോൾ തറയിലൊരു സാധനം ഇരിക്കുകയാണ്, അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഒന്ന് വലിച്ചെടുക്കുകയാണ്. വലിച്ചെടുക്കുമ്പോൾ ആ ദിശയിൽ വരുന്ന വസ്തുവിന് സ്ഥാനാന്തരമുണ്ട്. ഇതിന് ഈ വസ്തു എന്ത് ചെയ്തു? ഇവിടെ നിന്ന് ഈ ഭാഗത്തേക്ക് മൂവ് ചെയ്യുകയാണ്. ഓക്കെ. ഈ പ്രവൃത്തി എന്താണ്? പോസിറ്റീവ് പ്രവൃത്തിയാണ്. പക്ഷേ ഈ സമയത്ത് എന്ത് ചെയ്യും? ഈ തറയിലല്ലേ ഇരിക്കുന്നത്, അപ്പോൾ അതിനകത്ത് എന്ത് ഒരു കർഷണ ബലം ഉണ്ടാവും. തറയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ കർഷണ ബലം, തറ പ്രയോഗിച്ച കർഷണ ബലമാണ് എന്ത് അറിയപ്പെടുന്നത്. അത് പ്രവൃത്തി എന്താണ്? നെഗറ്റീവാണെന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ. ഇത് മൂവ്മെൻ്റ് ഉണ്ടായെങ്കിൽ അത് പോസിറ്റീവും, ഇതിന് തറ ഉപയോഗിച്ച കർഷണ ബലത്തെ എന്താ പറയുക? നെഗറ്റീവാണെന്ന് ഓർത്തിരിക്കുക. ഒരു വസ്തു താഴേക്ക് വീഴുമ്പോൾ ഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തിയാണ് പോസിറ്റീവാണെന്ന് ഓർത്തിരിക്കുക. ഒരു വസ്തു ഉയർത്തുമ്പോൾ ഗുരുത്വാകർഷണം ചെയ്യുന്ന പ്രവൃത്തി നെഗറ്റീവാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഓക്കെ. അടുത്ത് പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണെന്ന് പറയുന്നത് ഊർജ്ജം. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജ്ജം എന്ന് പറയുന്നത്. ഊർജ്ജത്തിൻ്റെ യൂണിറ്റ് എന്തെന്ന് വെച്ചാൽ ജൂൾ ആണെന്ന് ഓർത്തിരിക്കുക. ഊർജ്ജത്തിൻ്റെ CGS യൂണിറ്റ് എർഗ് ആണെന്ന് ഓർത്തിരിക്കുക. ചോദിച്ചിട്ടുള്ളതാണ്. 1 വാട്ട് അവർ എന്ന് വെച്ചാൽ 3600 ജൂൾ. ഓക്കെ. 3600 ജൂളാണ് ചോദിച്ചിട്ടാണ്. 1 വാട്ട് അവർ എന്ന് വെച്ചാൽ 3600 ജൂൾ. ഊർജ്ജം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് തോമസ് യങ് ആണ്. ഓക്കെ. ഊർജ്ജം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് തോമസ് യങ്ങും ഊർജ്ജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ചതായിരുന്നു ചോദിച്ചാൽ ആൽബർട്ട് ഐൻസ്റ്റീൻ. അപ്പോൾ എന്താണ് ഊർജ്ജ സംരക്ഷണ നിയമം എന്ന് പറഞ്ഞാൽ? ഊർജ്ജം നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല. ഊർജ്ജം നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല. ഊർജ്ജത്തെ ഊർജ്ജ നഷ്ടമോ ലാഭമോ ഇല്ലാതെ മറ്റു ഊർജ്ജ രൂപങ്ങളിലേക്ക് മാറ്റാൻ കഴിയും. ഇതാണ് ഊർജ്ജ സംരക്ഷണ നിയമം. ഊർജ്ജം നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല, എന്നാൽ ഊർജ്ജത്തെ ഊർജ്ജ നഷ്ടമോ ലാഭവും ഇല്ലാതെ മറ്റു ഊർജ്ജ രൂപങ്ങളിലേക്ക് മാറ്റാൻ കഴിയും എന്നതാണ് ഊർജ്ജ സംരക്ഷണ നിയമം. ഊർജ്ജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ചത്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആവിഷ്കരിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണെന്ന് പഠിച്ചു വയ്ക്കാം. ഭൂമി ചുറ്റിക്കറങ്ങുന്ന ചന്ദ്രൻ്റെ ആകെ ഊർജ്ജം എത്രയെന്ന് ചോദിച്ചാൽ നെഗറ്റീവാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ. അപ്പോൾ ഭൂമിയെ ചുറ്റിക്കറങ്ങുന്ന ചന്ദ്രൻ്റെ ഊർജ്ജം എത്രയാണ്? നെഗറ്റീവാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. അടുത്തൊരു ടോപ്പിക്ക് വീണ്ടും കാണാം. താങ്ക് യു.